ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാങ്ങ സുലഭമായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ മാങ്ങ ഉണക്കി സൂക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാവരും അത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും അത് ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കമൻസിലൂടെ അത് നിങ്ങൾ പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഇന്ന് അതിനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചെമ്മീനും നമ്മൾ ഈ മാങ്ങ ഉണക്കിയതും ഇട്ടിട്ടാണ് ഇന്നത്തെ കറി നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് മാങ്ങാത്തൊലി അല്ലെങ്കിൽ മാങ്ങ ഉണക്കിയത് എന്നതിന് പറയാം. പലരും ചില സ്ഥലങ്ങളിൽ മാങ്ങ ഉണക്കിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കേണ്ടതാണ്. നമ്മൾ ഈ മാങ്ങാത്തൊലി അല്ലെങ്കിൽ മാങ്ങ ഉണക്കിയത് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള ഉപ്പ് നീക്കം ചെയ്യാനും അതേപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വലുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന മാങ്ങ തൊലി അല്ലെങ്കിൽ മാങ്ങ ഉണക്കിയതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് നമ്മൾ ഇതുപോലെ ഉണക്കി വെച്ചിരുന്നാൽ കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്കിതേപോലെ കറികളിലൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാങ്ങ ഉപ്പിലിടുന്നത് അതുപോലെ തന്നെ മാങ്ങ ഉണക്കുന്നതിൻ്റെയൊന്നും വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ ലിങ്ക് തരുന്നതാണ്. നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ മാങ്ങാത്തൊലി ഞാൻ എടുത്തിരിക്കുന്നത് 1 പിടി മാങ്ങാത്തൊലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സവാള ഇടത്തരം സവാളയാണ് എടുത്തത്, അതുകൊണ്ട് 2 സവാള എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ സവാളയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പച്ചമുളക് അതേപോലെ ചെറിയ പച്ചമുളകാണ് എടുത്തത്, അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിപ്പമുള്ള പച്ചമുളകാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം എടുക്കുക. അത് വലിപ്പം അനുസരിച്ച് എരിവനുസരിച്ച് ക്രമീകരിക്കുക. കറിവേപ്പില 1 തണ്ട്. പിന്നെ നമുക്ക് ഒരു 7 വെളുത്തുള്ളി, അത് ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൊടി 2 സ്പൂൺ. അതേപോലെ തന്നെ മുളക് പൊടിയുടെ കാര്യം പറയാനാണെങ്കിൽ എരിവ് അനുസരിച്ച് ചേർക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ 2 സ്പൂൺ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇപ്പോൾ എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ചിലപ്പോൾ മുളകിൻ്റെ തരിയൊക്കെ ചേർന്നിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നല്ല എരിവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് നിങ്ങളുടെ കയ്യിലുള്ള മുളക് അനുസരിച്ച് നമ്മൾ ചേർക്കാം. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയുടെ കേസും അതേപോലെ തന്നെ ചില നാടൻ മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരല്പം ഇട്ടാൽ തന്നെ നല്ല കളർ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 1/4 സ്പൂണൊക്കെ ചേർത്താൽ മതി, അല്ലെങ്കിൽ നമ്മളൊരു 1/2 സ്പൂൺ ചേർക്കേണ്ടി വരും. അതും നമ്മൾ നമ്മുടെ മഞ്ഞളിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് തീരുമാനിക്കുക. പിന്നെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഈ മാങ്ങയിൽ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് ചെയ്തതാണ്, ഉപ്പ് പുരട്ടി വെച്ച് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ പോലും അതിലും ഉപ്പ് നന്നായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒരല്പം മാത്രം ചേർക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കറി പാകമായതിനു ശേഷം നമുക്ക് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനൊരു വലിയ തേങ്ങയുടെ 1 മുറി പീരയുടെ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 1-ാം പാൽ 2-ാം പാൽ എന്ന രീതിയിൽ 2ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെമ്മീനിൽ സവാളയും അതുപോലെ മാങ്ങയൊക്കെ ഇട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്, അതിനുശേഷം മാങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതും ചേർക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഇപ്പോൾ ചേർക്കണ്ട. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒരല്പം ചേർക്കാം. ഇനി നമ്മൾ 2-ാം പാൽ ഒരല്പം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിരുമ്മി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്.
നമ്മുടെ ചെമ്മീനിലേക്ക് മസാലയും അതേപോലെ തന്നെ ആ മാങ്ങയുടെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് പിടിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇതിങ്ങനെ തിരുമ്മി വയ്ക്കുന്നത്. നമ്മൾ ചെമ്മീനിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിനി വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിന് അടപ്പത്തേക്ക് വെക്കാവുന്നതാണ്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുകയാണ്. ഇത് ചെമ്മീൻ്റെ ആ നേരൊക്കെ കാണാത്ത വിധത്തിൽ നമ്മൾ ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ഒന്നാം പാലിൻ്റെ ഒരല്പം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ പാൽ അതിന് ശേഷം തിളച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇളക്കിയിടാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം നമുക്ക്. ഇപ്പോൾ തിളച്ചതുകൊണ്ട് നമ്മൾ തീ ഒരല്പം ഒന്ന് കുറച്ചിടുക. നേരത്തെ നമ്മൾ ഹൈയിലായിരുന്നു ഇട്ടിരുന്നത്, അപ്പോൾ തീ ഒന്ന് കുറച്ചിടുക. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്നുകൂടി തുറന്ന് നോക്കി അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ തീ ഒന്ന് കൂട്ടിയിടണം. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്തു. ഒരല്പം ഉപ്പ് കൂടി വേണം. നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഉപ്പ് ഒത്തിരി ചേർക്കരുത്. അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് ടൈം എന്ന് പറയുന്ന ഒരു 20 മിനിറ്റാണ് ടോട്ടൽ പ്രിപ്പറേഷൻ ടൈം വരുന്നത്. ഇനി നമ്മൾ ഇത്തിരി ഉള്ളിയൊക്കെ ഒന്ന് താളിച്ച് ഇതിലേക്ക് ചേർക്കുക മാത്രം മതി. നമുക്കിനി ഇതൊന്ന് ഇറക്കി വെക്കാം. ഇപ്പോൾ ഞാൻ ഒരു ഉണക്കമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊന്നും അധികം പാടില്ലാത്തവർക്ക്, ഇപ്പോൾ കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ എണ്ണ കുറച്ച് ചേർക്കുക. അല്ലെങ്കിൽ താളിക്കാതെ ആണെങ്കിലും കറി കുറച്ചെടുത്ത് മാറ്റിയിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് നമുക്കിത് ചെമ്മീനിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക്, നമ്മുടെ കറിക്ക് എരിവ് കുറവാണെന്നും തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാര്യം ഞങ്ങളുടെ കറി ഏകദേശം നല്ല കറക്റ്റ് പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി പൂർണ്ണമായിട്ടുണ്ട്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മാങ്ങയിട്ട് വെക്കുന്ന കറിയേക്കാളും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മാങ്ങ ഉണക്കിയിട്ടുള്ളവർ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇതാണ് നമ്മുടെ മാങ്ങ. കണ്ടോ? അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒന്ന് കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ച് നോക്കുക. വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ
അപ്പോൾ വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഏതായാലും ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.